ഗുഡ് മോർണിംഗ്. ആത്മിക ഹീലിംഗ് ടാരോ മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് എന്ത് റീഡിങ് എടുക്കേണ്ടത്? ഇന്ന് നിങ്ങളുടെ എനർജി എന്താണെന്ന് നോക്കാം. അതിൽ നിന്ന് നിങ്ങൾ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കേണ്ടത്, നിങ്ങളുടെ ലൈഫ് സക്സസ്ഫുള്ളായിട്ട് മാറാൻ വേണ്ടിയിട്ട് എന്താണ് അത് നിങ്ങൾ ഒഴിവാക്കേണ്ടത്? അങ്ങനെ നമുക്കൊരു റീഡിങ് നോക്കി നോക്കാം. ഇത് ജനറൽ റീഡിംഗ് ആണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളുടെ എനർജി എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് കിട്ടിയിരിക്കുന്നത് 8 ഓഫ് പെൻറ്റക്കിൾസ്. ഇത് ഇരുന്ന് ഒരുപാട് ജോലി ചെയ്യുന്ന, വർക്കിൽ മാത്രം വർക്കഹോളിക്കായ ഒരാളാണ്. അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് അങ്ങനെ പണം ഉണ്ടാക്കണം, ജോലി ചെയ്യണം, അങ്ങനെ ഒരു ചിന്താഗതി മാത്രമുള്ള ഒരാളുടെ എനർജിയാണ് കിട്ടിയിരിക്കുന്നത്. അടുത്ത് കിട്ടിയിരിക്കുന്നത് 4 ഓഫ് സോർഡ്സ് ആണ്. ഇയാൾ റെസ്റ്റ് എടുക്കുന്നൊരവസ്ഥയാണ്. ഒരുപാട് വേദനകൾ, വിഷമങ്ങൾ ഒക്കെ ആളുടെ മനസ്സിൽ ആൾ അനുഭവിച്ചിട്ടുണ്ട്. അത്രയും വേദനകൾ അനുഭവിച്ച് ഇപ്പോൾ അതിൽ നിന്നൊക്കെ ഒഴിവാക്കി അങ്ങനെ റെസ്റ്റ് എടുക്കുന്നൊരു എനർജിയാണ് കിട്ടിയിരിക്കുന്നത്. അടുത്തത് 7 ഓഫ് പെൻറ്റക്കിൾസ്. ആൾ ഒരുപാട് ധനമൊക്കെ സമ്പാദിച്ചു, ഇങ്ങനെ ആലോചിച്ച് നോക്കുകയാണ്, ഇനി എന്ത് വേണം, ഇനി അടുത്ത തലമുറയ്ക്ക് വേണ്ടി പണം സമ്പാദിച്ച് വെക്കണോ, എന്താണ് വേണ്ടത്, ഞാൻ അധ്വാനിച്ചതിൻ്റെ അത്രയും എനിക്ക് കിട്ടിയോ എന്നുള്ള ഒരു ചിന്താ ഇതിൽ നിൽക്കുന്ന ഒരാളാണ്. നൈറ്റ് ഓഫ് സോർഡ്സ്. ഇത് ആൾ എന്തോ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലക്കും ലഗാനില്ലാണ്ട് പോവുക എന്ന് പറഞ്ഞ പോലെ അത്രയും സ്പീഡിൽ ആ കാര്യം അച്ചീവ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു എനർജിയാണ് കിട്ടിയിരിക്കുന്നത്. 8 ഓഫ് കപ്സ്. ഇത് ഇമോഷണലി ആൾ ഭയങ്കര ഒന്നുകിൽ അതൊന്ന് വിട്ടുപോകാൻ, ആ സാഹചര്യത്തിൽ നിന്ന് വിട്ടുപോകാൻ, അങ്ങനെ ഉള്ള ഒരു എനർജിയാണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് കൂടുതൽ ഇതായിട്ട് അവർക്ക് എന്താണ് അവരുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി കളയേണ്ടത് എന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് വിശദമായിട്ട് പറയാം, എങ്കിലാണ് അത് കണക്ഷൻ കിട്ടുള്ളൂ. ഇട്ടിരിക്കുന്ന 10 ഓഫ് വാണ്ട്സ് ആണ്. ഇത് ഈ ഒരുപാട് അധ്വാനിക്കുന്ന ഈ ആൾ എപ്പോഴും ഒരുപാട് ഭാരങ്ങൾ എടുത്തു വയ്ക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ആൾ ജീവിതത്തിൽ ഒരു ഭാരങ്ങൾ ഒഴിവാക്കുക എന്ന് പറയുമ്പം നമുക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും എല്ലാം എടുത്ത് തലയിൽ കയറ്റി വയ്ക്കുക. എന്നാൽ എനിക്കത് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചിന്തയിൽ ഒന്നല്ല, അത് ശരിയായ രീതിയിലാണോ ഞാൻ ചെയ്യുന്നത് എന്നുള്ളൊരു ചിന്തയും ഇല്ല, ഒരു ഓർഡറില്ല, അത് ശരിയായ രീതിയിൽ മാനേജ് ചെയ്യുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു, ഒരുപാട് പണം ഉണ്ടാക്കുന്നു, ഒരുപാട് എങ്ങനെയൊക്കെ ആകുന്നു, അങ്ങനെ ഒരു നിയന്ത്രണമില്ലാത്ത, ഒരു ഓർഡറില്ലാത്തൊരു ജീവിതമാണ്. അപ്പോൾ ഈ കാര്യങ്ങളാണ് ഈ ആൾക്കാർ അവരുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കേണ്ടത്. അവർക്ക് ഈ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും തലയിൽ കയറ്റി വയ്ക്കുക, എല്ലാവരും ആര് പറഞ്ഞാലും അത് ചെയ്യുക, അങ്ങനെയുള്ളൊരു സ്വഭാവം മാറ്റി വെച്ചിട്ട് നല്ല രീതിയിൽ നമുക്ക് വേണ്ട എന്ന് പറഞ്ഞ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നോ എന്ന് പറയാനും, എനിക്ക് ഇത്രയേ സാധിക്കൂ, അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ ജോലി കൂടെയുള്ളവർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്ത് അവർ നല്ല രീതിയിൽ മുന്നോട്ട് പോകും, എല്ലാവരും ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകാനും അങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് മാറണം. അപ്പോൾ ഇങ്ങനത്തുള്ള ഈ ചിന്താഗതികൾ അവരുടെ ജീവിതത്തിൽ മാറ്റി വെച്ചാൽ ഇവർ വളരെ സക്സസ്ഫുള്ളായ രീതിയിലേക്ക് ഉയരും എന്നാണ് ഈ കാർഡുകൾ കാണിക്കുന്നത്. ഇവിടെ കിട്ടിയിരിക്കുന്നത് 3 ഓഫ് സോർഡ്സ് ആണ്. ഇവരുടെ ഹൃദയത്തിൽ ഒരുപാട് വേദന അനുഭവിച്ചിട്ടുണ്ട്, എന്തോ വളരെയധികം വേദന അനുഭവിച്ചിട്ട് ആൾ റെസ്റ്റ് എടുക്കുന്ന ഒരു പീരീഡ് തന്നെയാണ്. പക്ഷേ ആളുടെ ഉള്ളിലുള്ള വേദന പൂർണ്ണമായി ഒഴിവാക്കുക, അത് മാറ്റിക്കളയുക. അതിനു വേണ്ടി നമ്മൾക്ക് കിട്ടിയ സൗഭാഗ്യങ്ങളും കാര്യങ്ങളും ഓർത്ത് വെച്ച് അതിന് നന്ദി പറഞ്ഞ്, യൂണിവേഴ്സിനോട് നന്ദി പറഞ്ഞ്
നമ്മൾ മുന്നോട്ട് പോവുക എന്നുള്ള ഒരു ഗൈഡൻസാണ് കിട്ടിയിരിക്കുന്നത്. ഇവരുടെ വേദന പൂർണ്ണമായും ഉള്ളിൽ നിന്ന് പോയിട്ടില്ല, ആ വേദനകൾ മാറ്റി വയ്ക്കുക എന്നുള്ള ഒരു ഗൈഡൻസ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഈ 7 ഓഫ് പെൻറ്റക്കിൾസിന് എന്താ കിട്ടിയിരിക്കുന്നത്? ദ എംപറർ എന്നുള്ള കാർഡാണ്. ഒരുപക്ഷെ ഇവരുടെ ഇവർ സ്വന്തമായിട്ടൊന്നും സമ്പാദിച്ച് കാണില്ല, ഇവർക്ക് സ്വന്തമായിട്ടായിരിക്കില്ല, എല്ലാം പൂർവികരായിട്ട് സമ്പാദിച്ച് തന്ന കാര്യങ്ങളായിരിക്കാം. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇവർക്കൊരു വിഷമം ചിന്തകളൊക്കെ വരുന്നത്. ഞാനൊന്നും ചെയ്തില്ലല്ലോ എന്നുള്ള ചിന്ത ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം അവരുടെ ജീവിതത്തിൽ വരുന്നത്. അതുകൊണ്ട് ആ ഒരു ചിന്ത മാറ്റി വയ്ക്കുക. നിങ്ങൾക്ക് പൂർവികരായി കിട്ടിയതാണല്ലോ എന്നുള്ള ചിന്ത മാറ്റി വെച്ച് സ്വന്തം കഴിവിലും അധ്വാനത്തിലും വിശ്വസിച്ച് മുന്നോട്ട് പോവുക എന്നാണ് ഈ കാർഡുകൾ കാണിക്കുന്നത്. നൈറ്റ് ഓഫ് സോർട്സിന് ഇത് കിട്ടിയിരിക്കുന്നത് 6 ഓഫ് വാൺസ് ആണ്. ഇവർ എന്ത് കാര്യമാണെങ്കിലും ഇങ്ങനെ ഇതായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പോലും അവർ ഒരേ രീതിയിൽ ഒരേ ടൈപ്പിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. അവരുടെ ജോലി അതിലൊരു മാറ്റം വരുത്താൻ അവർ ആഗ്രഹിക്കുന്നില്ല, ഒരേ ടൈപ്പിൽ ഒരേ ചിന്താഗതിയിൽ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഒരേ രീതിയിൽ മുന്നോട്ട് പോയി അതിനൊരിതെന്താ ചില നേരത്ത് നമ്മൾ റിസ്ക് എടുക്കേണ്ട ആവശ്യമുണ്ട്. റിസ്ക് എടുത്ത് എങ്കിലാണ് നമുക്കൊരു ഊർജം കൈവരുള്ളൂ. എപ്പോഴും ഒരേ രീതിയിൽ നമ്മൾക്ക് ഇപ്പോൾ ചില ജോലികളുണ്ട് ഒരേ ടൈപ്പിൽ, അതിലൊന്നും ഒരു മാറ്റമില്ല. അങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ അവിടെ ഒരു പോസിറ്റീവ് എനർജി വരില്ല, ഒരു മടുപ്പ് താമസിയാതെ വരും. അപ്പോൾ എന്തെങ്കിലും റിസ്ക് എടുത്ത് അതിനോടൊപ്പം ചെയ്യുക എന്നുള്ള ഒരു ലെവലിലേക്ക് പോകണം, എങ്കിലാണ് ജീവിതത്തിൽ ഉന്നമനം ഉണ്ടാവുകയുള്ളൂ എന്നുള്ള ഒരു ഗൈഡൻസാണ് ഈ കാർഡ് കാണിച്ചിരിക്കുന്നത്. 8 ഓഫ് കപ്സിന് ഇതായിട്ട് ഇത് കിട്ടിയിരിക്കുന്നത് 3 ഓഫ് വാൺസ് ആണ്. ഇവരാണെങ്കിൽ എന്തോ അവരുടെ മനസ്സിലൊക്കെ ഉണ്ട്, അവർക്ക് മുന്നോട്ട് പോകണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ അവർ ആക്ഷൻ എടുക്കാൻ മടിച്ചു നിൽക്കുന്നു, എന്താണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഇവർ ഇമോഷണലായിട്ട് എന്തിൽ നിന്നോ പുറകിലേക്ക് പോവുകയാണ്. പക്ഷെ അവർ അതിൽ ശരിയായ തീരുമാനം എടുക്കുന്നില്ല എന്നാണ് ഈ ഗൈഡൻസ് കാണിക്കുക. ആ ശരിയായ തീരുമാനം എടുക്കാനുള്ള കാലതാമസം അത് ഇവരുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുക, എങ്കിലാണ് അവർക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഞാൻ ഇപ്പം എന്നും പറയും നമ്മൾ താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറയുന്നത്. എന്ത് കാര്യത്തിനാണെങ്കിലും നമ്മൾ യൂണിവേഴ്സിനോട് നന്ദി പറയാം. നമുക്ക് കിട്ടിയ സൗഭാഗ്യങ്ങൾ, നമുക്കിപ്പോൾ രാവിലെ എണീറ്റ് വന്നു, എനിക്ക് ഈ ഒരു പ്രഭാതം കാണിച്ചു തന്നതിന് താങ്ക് യു യൂണിവേഴ്സ്. യൂണിവേഴ്സിൻ്റെ ഒരു ഇതുകൊണ്ടാണ് നമുക്കത് സാധിച്ചത്. അപ്പോൾ എപ്പോഴും നമുക്ക് കിട്ടിയ കാര്യങ്ങൾക്കെല്ലാം താങ്ക് യു പറയുക. നമ്മുടെ ജീവിതത്തിലെ ഓരോ ഇതിലും നമ്മൾ യൂണിവേഴ്സിനോട് നന്ദി പറയുക, എങ്കിലാണ് നമുക്ക് കൂടുതൽ പോസിറ്റീവായ കാര്യങ്ങൾ നമ്മളിലേക്ക് വരുള്ളൂ. എപ്പോഴും അങ്ങനെ ഒരു ചിന്താഗതിയിൽ ജീവിക്കുന്ന ആളുകൾക്ക് എപ്പോഴും സക്സസ് ആണ് ഉണ്ടായിരിക്കുക. നമുക്കൊരു ഓറക്കിൾ മെസ്സേജ് കൂടി നോക്കാം, എന്താണ് ഇന്ന് യൂണിവേഴ്സ് നമ്മളോട് പറയുന്നത് എന്ന് നോക്കാം. മേക്ക് എ ഡിസിഷൻ, വർക്ക് ഓൺ ഇന്നർ ഹീലിംഗ്. ചലഞ്ചസാണ് വന്നിരിക്കുന്നത്. എന്തായാലും നിങ്ങൾ നല്ല തീരുമാനങ്ങൾ എടുക്കുക. നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും വേദനകളോ വിഷമങ്ങളോ അതൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റി വയ്ക്കുക. നിങ്ങൾക്ക് വേണ്ടാത്ത ഒഴിവാക്കേണ്ട, നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കേണ്ട കാര്യങ്ങൾ ഒഴിവാക്കി നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ മുന്നോട്ട് പോവുക, സക്സസ് ആവുക എന്നുള്ള ഒരു മെസ്സേജാണ് ഇന്ന് കിട്ടിയിരിക്കുന്നത്. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ കാണും, അത് എനേബിൾ ചെയ്യുക. എങ്കിലാണ് എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇത് റെസനേറ്റ് ആയവർ കമൻറ്റ് ചെയ്യുക. എല്ലാവരും യൂണിവേഴ്സിനോട് നന്ദി പറയുക. താങ്ക് യു യൂണിവേഴ്സ് എന്ന് കമൻ്റ് ഇടുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ. താങ്ക് യു യൂണിവേഴ്സ്.